നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് അങ്ങനെ കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ ഉണ്ടാക്കി കഴിച്ചോ ദയേ. അമ്പിളി ചേച്ചി ഉണ്ടാക്കി തരില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ ഈ തറവാട്ടി വെച്ച് നോൺ വെജ് കഴിക്കില്ല. അതെന്റെ തീരുമാനമാണ്. വലിയ ചർച്ചയിലാണല്ലോ. ചുമ്മാ ഓരോന്നിങ്ങനെ. എന്താ രഘുവേട്ടാ? അമ്മാവനെ വിളിച്ചേ. അതേ മഞ്ചരത്തും എത്തി. അച്യുതമാഷിന്റെ കാറിൽ അവിടെ വരെ കൊണ്ട് വിട്ടത്രേ. ആ, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോഴെങ്കിലും പഞ്ചരത്നത്തിൽ എത്തില്ലായിരുന്നു. ഈ രാത്രിയില് അച്ഛൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ടി വരുമല്ലോ രഘുവേട്ടാ. അമ്മാവൻ പുറത്തുനിന്ന് കഴിച്ചമ്പിളി. രാവിലെ സരോജിനെ വിളിക്കാന്നും പറഞ്ഞു. ഏതായാലും അച്ഛൻ ഒരുപാട് വൈകാതെ പഞ്ചരത്നത്തിൽ എത്തിയത് നന്നായി. അവിടെ സൂക്ഷിച്ച ഗോൾഡിന്റെ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കും. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ അത്രയും ഗോൾഡ് അവിടെ സൂക്ഷിക്കുന്ന മണ്ടത്തരാ. ഇനി വല്ല കള്ളന്മാരും എടുത്തോണ്ട് പോയ ആരറിയാനാ? അച്ഛൻ അതും കൂടി ഉദ്ദേശിച്ചാവും അങ്ങോട്ട് പോയത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെക്കാളും ഉത്തരവാദിത്തമുള്ള ആളാ അച്ഛൻ. അച്ഛൻ മാത്രമുള്ളപ്പോ അതവിടെ സൂക്ഷിക്കുന്നതിൽ റിസ്ക് ഉണ്ട്. അത്രയും സ്വർണത്തിന് വേണ്ടി ഒരാളെ കൊന്നുകളയാൻ പോലും മോഷ്ടാക്കൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. ദയം, നീ എന്തേ പറയുന്നു? എന്റെ ദയ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പഞ്ചരത്നത്തിൽ ഇതുവരെ ഒരു കളനും കേറിയിട്ടില്ല. ഇനി അങ്ങോട്ട് കേറുകയില്ല. അല്ല, പഞ്ചരത്നത്തില് ഇതുവരെ ഇത്രയും സ്വർണം സൂക്ഷിച്ചിട്ടില്ലല്ലോ രഘുവേട്ടാ. എന്നുവെച്ച് ഇപ്പൊ അവിടെ സ്വർണ്ണം ഉള്ള കാര്യം നാട്ടിലെ കള്ളന്മാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നാണോ? നാട്ടിലെ മുഴുവൻ കള്ളന്മാരും അറിയണ്ടല്ലോ. ഏതെങ്കിലും ഒരു കള്ളൻ അറിഞ്ഞാ പോരെ? അതിനുള്ള സോഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ സ്വർണം നമ്മുടെ വീട്ടിൽ നിന്ന് ആരടി പുറത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നേ? അല്ല, ഞങ്ങൾ ആരെയും നിനക്ക് സംശയം? ഞാൻ നമ്മളിൽ ആരെ സംശയിക്കാനാ? അവിടെ പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ, സരോജിനി ആന്റി. അവര് പറഞ്ഞിട്ട് ആരെങ്കിലും അറിഞ്ഞാ പോരെ? സരോജിനി ആന്റി അങ്ങനെ ആരോടും പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ കാര്യം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.